നമസ്കാരം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP തീരുമാനമെടുത്ത ശേഷം ആണ് കർണാടകയിൽ അങ്ങനെ ഒരു തീരുമാനം BJP എടുത്ത ശേഷം തന്നെയാണ് കോൺഗ്രസ് കർണാടകത്തിൽ തിരികെ ഭരണത്തിലേക്ക് വന്നത്. അങ്ങനെ കോൺഗ്രസ് തിരികെ കർണാടകത്തിൽ ഭരണത്തിലേക്ക് വന്നതിൻ്റെ കാരണക്കാരൻ സുനിൽ കനഗോലു എന്ന കോൺഗ്രസ് നിയോഗിച്ച ഇലക്ഷൻ അനലിസ്റ്റാണ്. ഇലക്ഷൻ എങ്ങനെയൊക്കെ തിരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തിയാണ് സുനിൽ കനഗോലു. സുനിൽ കനഗോലു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സുനിൽ കനഗോലുവിനെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കർണാടകത്തിൽ അതിൻ്റെ ഫലം അവർക്കുണ്ടായി. കർണാടകത്തിൽ കോൺഗ്രസ്സിന് ഭരണത്തിലേക്ക് കയറാൻ കഴിഞ്ഞു. തുടർന്നിങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കനഗോലുവിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ടായിരുന്നു. അപ്പോൾ നാം ഇവിടെ പറയുന്നത് വരുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുനിൽ കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ ലിസ്റ്റിൽ നിന്ന് ചില പേരുകൾ നമുക്ക് ലിസ്റ്റിൽ ചില പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പേരുകളിൽ ചിലത് പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായി നമുക്ക് പറയേണ്ടത് ബിജു പ്രഭാകരൻ എന്ന റിട്ടയർഡ് IAS-കാരനാണ്. അദ്ദേഹം ബിജു പ്രഭാകരൻ എന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇടതുമുന്നണി സർക്കാരിൻ്റെ ഈ 2 കാലയളവിലും അതിന് മുന്നേ കോൺഗ്രസ് ഭരണകാലത്തും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്ന ജോലിയിൽ CI2 എന്ന ട്രേഡ് യൂണിയൻ്റെ എല്ലാ തടസ്സവാദങ്ങളും മറികടന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മികവ് കാണിച്ചു. അത് KSRTCയിൽ കാണിച്ചു. ഗ്രാൻഡ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്ന സമയത്ത് അതിൽ അദ്ദേഹം ടൂറിസം വകുപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഇങ്ങനെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്ന എല്ലാ വകുപ്പുകളും ബിജു പ്രഭാകരൻ വളരെ ഭംഗിയായി നിർവഹിച്ചിരുന്നു. ബിജു പ്രഭാകരൻ പഴയ കോൺഗ്രസിൻ്റെ നേതാവ് തച്ചടി പ്രഭാകരൻ്റെ മകനാണ്. തച്ചടി പ്രഭാകരൻ ആലപ്പുഴയിൽ DCC പ്രസിഡന്റായിരുന്നു, MLA ആയിരുന്നു, കരുണാകര പക്ഷത്തെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു. അപ്പോൾ ബിജു പ്രഭാകരൻ്റെ പേര് സുനിൽ കനഗോലു നിർദ്ദേശിച്ചിട്ടുണ്ട്. ബിജു പ്രഭാകരനെ ആലപ്പുഴയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്ന നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ഇനി അടുത്ത് കേൾക്കുന്ന പേര് അബിൻ വർക്കിയെ കുറിച്ചാണ്. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനാണ്. രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായി കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം മത്സരത്തിലൂടെ അവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മത്സരത്തിലൂടെ വന്ന് അദ്ദേഹം പ്രസിഡന്റ് ആകുമ്പോൾ ഉപാധ്യക്ഷനായി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അബിൻ വർക്കി. അബിൻ വർക്കിയെ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ പത്തനംതിട്ട റാന്നിയിലോ മത്സരിപ്പിക്കണം എന്ന ഒരു തീരുമാനം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ അവിടെ ഈ പറയുന്ന രീതിയിൽ റാന്നിയിലോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരോ നിർത്തിയാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നിരവധി സമര പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന ആളാണ്. നിരവധി പോലീസ് മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അബിൻ വർക്കിയുടെ പേരും അദ്ദേഹം പറഞ്ഞ ലിസ്റ്റിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. അടുത്തതായി വരുന്നത് അലോഷ്യസ് ആണ്. KSUവിൻ്റെ പ്രസിഡന്റാണ്, സംസ്ഥാന പ്രസിഡന്റാണ് അലോഷ്യസ്. ഇടുക്കിക്കാരനാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തോ എറണാകുളത്തോ സീറ്റ് നൽകണമെന്നും പറയുന്നുണ്ട്. നഗരപ്രദേശത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ അദ്ദേഹത്തിനെ നിർത്തിയാൽ വിജയസാധ്യത ഉണ്ടും പറയപ്പെടുന്നുണ്ട്. അത് അദ്ദേഹം ഒരു VD സതീശൻ പക്ഷക്കാരനായിരുന്നു. ഇപ്പോൾ അടുത്തിടെയായി KC പക്ഷത്താണ്, KC വേണുഗോപാൽ പക്ഷത്താണുള്ളത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടർക്കും VD സതീശനും താല്പര്യമുണ്ട്, KC വേണുഗോപാലിനും താല്പര്യമുണ്ട്. അപ്പോൾ അലോഷ്യസിന് സാധ്യതയുണ്ട്. അടുത്ത ജിൻഡോ ജോൺ ആണ്. ജിൻഡോ ജോൺ ചാനൽ ചർച്ചകളിൽ, ഡിബേറ്റുകളിലൊക്കെ തന്നെ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും ഭംഗിയായി സംസാരിക്കുന്ന ഒരു യുവ നേതാവാണ് ഡോക്ടർ ജിൻഡോ ജോൺ. ജിൻഡോ ജോണ് എറണാകുളംകാരനാണെങ്കിലും അദ്ദേഹത്തിന് കോട്ടയത്ത് പൂഞ്ഞാറ് ഒരു സീറ്റ് നൽകാനോ അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെ മറ്റേതെങ്കിലും ഒരു സീറ്റ് നൽകണമെന്നും പറയുന്നുണ്ട്. അദ്ദേഹം VD സതീശൻ പക്ഷക്കാരനാണ്.
പക്ഷേ കോട്ടയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവരണം. കോട്ടയത്തെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ ഡോക്ടർ ജിൻഡോ ജോണിന് ഒരു പ്രത്യേകിച്ച് അദ്ദേഹം മാധ്യമങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി നിരവധി ഡിബേറ്റുകൾ അദ്ദേഹം വരുന്ന ആളാണ്, പ്രത്യക്ഷപ്പെടുന്ന ആളാണ്, സംസാരിക്കുന്ന ആളാണ്, നന്നായി സംസാരിക്കുന്ന ആളാണ്. സാധാരണ പ്രേക്ഷകർ കോൺഗ്രസ് മുഖമായി എന്നും നിരവധി ചാനൽ ചർച്ചകൾ കാണുന്ന ജിൻഡോയ്ക്ക് വിജയസാധ്യതയുണ്ട് കോട്ടയത്ത് എന്നും പറയുന്നുണ്ട്. സുനിൽ കനകോലു പറയുന്നുണ്ട്. അടുത്തതായി പറഞ്ഞു കേൾക്കുന്ന പേര് ജ്യോതി വിജയകുമാർ. അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി കേന്ദ്രത്തിൽ നിന്ന് ഏത് നേതാക്കൾ പ്രസംഗിക്കാൻ എത്തുമ്പോഴും ജ്യോതി വിജയകുമാർ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ജ്യോതി വിജയകുമാറിനെ ചങ്ങനാശ്ശേരിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ നഗരാതിർത്തിയിലെ ഏതെങ്കിലും മണ്ഡലത്തിലോ നിർത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ജ്യോതി വിജയകുമാർ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമുഖ സ്ത്രീ വ്യക്തിത്വമാണ് ജ്യോതി വിജയകുമാർ. മറ്റൊരു പേര് ആൻ സെബാസ്റ്റ്യൻ കേസുവിൻ്റെ ഉപാധ്യക്ഷയാണ്. ആൻ സെബാസ്റ്റ്യനും ഈ പറയുന്ന പോലെ തൃശ്ശൂർകാരിയാണ്. അവർക്ക് ക്യാമ്പസിലൊക്കെ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഇരിങ്ങാലക്കുട ജോസഫ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തിരികെ വാങ്ങുക ആണ് എന്നുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുടയിലോ ഒല്ലൂരോ പുതുക്കാടോ ഈ പറയുന്ന കുട്ടി ആൻ സെബാസ്റ്റ്യൻ എന്ന യുവ നേതാവിനെ നിർത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ചാനൽ ചർച്ചകളിൽ കാണുന്ന മറ്റു കോൺഗ്രസ് മുഖങ്ങളായിട്ടുള്ള ബി ആർ എം ഷഫീറിനെയും ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റിലും നിർത്തണമെന്ന് പറയുന്നു. ഹരിത ബാബു എന്ന യുവ വനിതാ നേതാവിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ നിർത്തണം ഇന്ന നേതാക്കളെ നിർത്തണം എന്ന് പറയുമ്പോൾ ചില പേരുകൾ ഇനി ഒരിക്കലും മത്സരത്തിന് കൊണ്ടുവരരുത് എന്ന നിർദ്ദേശവും കനകോലു നൽകുന്നുണ്ട്. അതിൽ ഒന്ന് എം ലിജുവിൻ്റെ പേരാണ്. എം ലിജു ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിരവധി തവണ BS-നെതിരെ ജി സുധാകരനെതിരെ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി തവണ മത്സരിച്ച് തോറ്റുപോയൊരു നേതാവാണ് എം ലിജു. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ലിജുവിന് ഇനി സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. കൂടാതെ പെരുമ്പാവൂര് ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളിയെ ഇനി മത്സരിപ്പിക്കരുത് എന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്. എൽദോസ് കുന്നപ്പള്ളി മത്സരിച്ചാൽ പെരുമ്പാവൂരിനുള്ള ജയസാധ്യത കുറയുമെന്ന് പറയുന്നു. വയനാട് IC ബാലകൃഷ്ണനെയും സ്ഥാനാർത്ഥിയാക്കരുത് എന്നും പറയുന്നുണ്ട്. അവിടെ സാമ്പത്തിക തട്ടിപ്പ്, DCCയിൽ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സമയത്ത് സാമ്പത്തിക തട്ടിപ്പും കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ IC ബാലകൃഷ്ണന് പങ്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെ മത്സരിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആരെയൊക്കെ മത്സരിപ്പിക്കണം, ആരെയൊക്കെ ഇനി മത്സരിപ്പിക്കേണ്ട എന്നുള്ള ഇതും ഈ സുനിൽ കനകോലു നൽകിയ റിപ്പോർട്ടിലൂടെ പുറത്ത് വരുന്നുണ്ട്.